ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഇത് വന്നിട്ട് മോഡ്യൂൾ ബിയിൽ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ആസ്പെക്ട്സ് ഓഫ് ബാങ്കിങ്ങിൻ്റെ പേപ്പർ 3 മോഡ്യൂൾ ബിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മോഡ്യൂൾ ബി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ്, കാരണം അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണെന്ന് നമുക്ക് പറയാം ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ ഇതിൽ മിനിമം നമുക്കൊരു 5 മാർക്സ് എങ്കിലും, കുറേ പാറ്റേൺസ് ഉണ്ട്. ഹാഫ് മാർക്സിൻ്റെ, 1 മാർക്സിൻ്റെയും 2 മാർക്സിൻ്റെ ഒക്കെ ഉണ്ട്. ഹാഫ് മാർക്സ് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2 മാർക്സിൻ്റെ കുറച്ച് ഒരു കേസ് രൂപത്തിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് എന്തായാലും ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റും. ഈ ഫ്ലോ ചാർട്ട് പോലുള്ളതിൽ ബയ്യർ, സെല്ലർ, കുറേ ബാങ്ക്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ്, അതിൽ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ബയ്യർ, സെല്ലർ, ഈ അഡ്വൈസിങ്, കൺഫേമിങ്, നെഗോഷിയേറ്റിംഗ്, റിയംബേഴ്സിങ്, ഇഷ്യൂയിങ്, ഇങ്ങനെ കുറേ ബാങ്ക്സ് ഉണ്ട്. ഈ ബാങ്ക്സിൻ്റെയൊക്കെ റോൾ എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡ്, അതായത് ഇൻ ബിറ്റ്വീൻ ദ കൺട്രീസ് നമ്മൾ ട്രേഡ് നടത്തുമ്പോൾ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ട്രേഡിന് അല്ല, അതും യൂസ് ചെയ്യാറുണ്ട്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ടാണ്. ഇൻ്റർനാഷണൽ ട്രേഡ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സപ്പോസ് ഒരു ബയ്യർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു സെല്ലർ ഉണ്ടാവും. അതായത് ബയ്യർക്ക് കുറച്ച് ഗുഡ്സ് ഫോറിൻ കൺട്രിയിൽ നിന്ന് വേണം. ഫോറിൻ കൺട്രി സപ്പോസ് US ഓ UK അങ്ങനെ ഏതെങ്കിലും ഒരു കൺട്രിയിലുള്ള ഒരു സെല്ലറാണെന്ന് വെച്ചോ ഇത്. അപ്പോൾ ബയ്യർക്ക് കുറച്ച് ഗുഡ്സ് വേണം, അത് നമ്മൾ സെല്ലറെ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സെല്ലർ. അപ്പോൾ ഈ സെല്ലർ എന്ത് ചെയ്യും, ഗുഡ്സ് ബയ്യർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൺസിഡറേഷനായിട്ട് അതിനുള്ള ഫണ്ട്, അതിനുള്ള എമൗണ്ട് ബയ്യർ ഇവിടെ നിന്ന് നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെയിൽ ഓഫ് കോൺട്രാക്റ്റ് ഇവർ തമ്മിൽ ഓൾറെഡി ആയെന്ന് വെച്ചോളൂ. സപ്പോസ് ബയ്യറും സെല്ലറും തമ്മിലായി, ഇങ്ങനെ ഒരു മെഷീനറിയാണ്, മെഷീനറി ഇങ്ങോട്ട് അയച്ചോളൂ, ഞാനതിൻ്റെ ക്യാഷ് ഇട്ട് തരാം. ഇപ്പോൾ സപ്പോസ് ആ സെല്ലർ ആ മെഷീനറി അയച്ചു കൊടുത്തു, ബയ്യർ ക്യാഷ് ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ബയ്യറെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? സപ്പോസ് ആദ്യം നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്തെന്ന് വെച്ചോ, ക്യാഷ് ബയ്യർ അയച്ചു കൊടുത്തു, സെല്ലർ ഗുഡ്സ് അയച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ട്രസ്റ്റ് ഫാക്ടർ ഉണ്ട്. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ ആ ഒരു യൂസ് വരുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നത് ആസ് എ പേഴ്സൺ അല്ല. പേഴ്സൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ഫൈൻഡ് ഔട്ട് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാങ്ക് ആണെങ്കിലോ, ബാങ്ക് ഈസ് ആക്ച്വലി സം ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അതും ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഇപ്പോൾ സപ്പോസ് ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ US ആയിക്കോട്ടെ UK ആയിക്കോട്ടെ, അവിടെ ഗവൺമെൻറ് അണ്ടറിൽ നടത്തുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബാങ്ക്. അപ്പോൾ ബാങ്കിൻ്റെ ഗ്യാരണ്ടിയും കാര്യങ്ങളും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൈസ തരാം, ഗുഡ്സ് തരാം എന്നുള്ള കാര്യങ്ങൾ ബാങ്ക് തമ്മിലാണ് ഇവിടെ ഒരു എഗ്രിമെൻ്റ് വെക്കാൻ പോകുന്നത്. അതാണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബയ്യർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അപ്പോൾ ബയ്യർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഗുഡ്സ് വേണം. ഗുഡ്സ് വേണമെങ്കിൽ ബയ്യർക്ക് ഗുഡ്സ് വേണമെങ്കിൽ ക്യാഷ് അങ്ങോട്ടേക്ക് അയക്കാന്നുള്ള ഗ്യാരണ്ടി കൊടുക്കണം. അപ്പോൾ ബയ്യർ എന്ത് ചെയ്യും, ബയ്യറുടെ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. ബയ്യറുടെ അക്കൗണ്ട് ഉള്ള അല്ലെങ്കിൽ CC ഉള്ള ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് പറയും, എനിക്കൊരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓപ്പൺ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? US-ലുള്ള ഒരു കസ്റ്റമറുടെ നിന്ന് എനിക്ക് കുറച്ച് ഗുഡ്സ് വരാൻ പോകുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യണം. സപ്പോസ് ഒരു $1000 ആണെന്ന് വെച്ചോ, $1000 ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് വെച്ചാൽ ബയ്യറുടെ ബാങ്കാണ് ഇഷ്യൂയിങ് ബാങ്ക്. അപ്പോൾ ഇഷ്യൂയിങ് ബാങ്കാണ് LC ഓപ്പൺ ചെയ്യുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓപ്പൺ ചെയ്യുന്ന ആരാണ്? ഇഷ്യൂയിങ് ബാങ്കാണ്. ഇഷ്യൂയിങ് ബാങ്ക് അപ്പോൾ ബയ്യറുടെ റിക്വസ്റ്റ് പ്രകാരം ഇഷ്യൂയിങ് ബാങ്ക് LC ഓപ്പൺ ചെയ്തിട്ട് അത് ആർക്കാണ് നേരെ കൊടുക്കുന്നത്? സെല്ലറുടെ ബാങ്കിലേക്കാണ്. സെല്ലറുടെ ബാങ്കാണ് അഡ്വൈസിങ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. അഡ്വൈസിങ് ബാങ്ക് സെല്ലറുടെ ബാങ്കാണ്. സെല്ലറുടെ ബാങ്കിലേക്ക് അഡ്വൈസിങ് ബാങ്കിലേക്ക് ആ LC കൊടുക്കും. ആ LC അഡ്വൈസിങ് ബാങ്ക് ആർക്ക് കൊടുക്കും? സെല്ലർക്ക് കൊടുക്കും. അപ്പോൾ ആ LC കിട്ടി ത്രൂ ബാങ്ക് ത്രൂ ആ LC കിട്ടി. അപ്പോൾ ഗ്യാരണ്ടീഡായി ഇനി എന്തായാലും ക്യാഷ് കിട്ടിയിരിക്കും, ഗുഡ്സ് അയച്ചോളും. അപ്പോഴാണ് സെല്ലർ എന്ത് ചെയ്യും,
ഗുഡ്സ് അയക്കും. ഗുഡ്സ് അയച്ച ശേഷം ഒരു ഡോക്യുമെൻ്റ് കിട്ടുമല്ലോ, ഇത്രയും ഗുഡ്സ് ഇന്ത്യയിലോട്ട് അയച്ചിട്ടുള്ളൊരു ഡോക്യുമെൻ്റ്, അതിനെ ബിൽ ഓഫ് ലാഡിങ് എന്നാണ് പറയുന്നത്. ബിൽ ഓഫ് ലാഡിങ് എന്നാണ് പറയുന്നത്. ആ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യും? ആ ഡോക്യുമെൻറ്റ്സ് സെല്ലർ ആർക്ക് കൊടുക്കും? അഡ്വൈസിങ് ബാങ്കിന് കൊടുക്കും. നേരെ റിവേഴ്സ് സർക്കിൾ നടക്കും. അഡ്വൈസിങ് ബാങ്കിന് കൊടുക്കും. അഡ്വൈസിങ് ബാങ്ക് ആർക്ക് കൊടുക്കും? അത് ഇഷ്യൂയിങ് ബാങ്കിന് കൊടുക്കും. ഇഷ്യൂയിങ് ബാങ്ക് അയാളുടെ കസ്റ്റമർക്ക്, ബയർക്ക് കൊടുക്കും. ഇതാണ് ഇവിടെ LCയുടെ പ്രോസസ്സ്. മെയിനായിട്ട് ഈ ഇഷ്യൂയിങ് ബാങ്കും അഡ്വൈസിങ് ബാങ്കും ബയറും സെല്ലറാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ. അതായത് ബയർ ഇഷ്യൂയിങ് ബാങ്കും സെല്ലറുടെ അഡ്വൈസിങ് ബാങ്കും ത്രൂയിലുള്ള കോൺട്രാക്റ്റാണ് നടക്കുന്നത്. ഈ ഇഷ്യൂയിങ് ബാങ്കും അഡ്വൈസിങ് ബാങ്കും തമ്മിലുള്ള കോൺട്രാക്റ്റാണ് ശരിക്കും നടക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടുള്ളത്? ബയർക്കും സെല്ലർക്കും വേണ്ടിയിട്ടുള്ളത്. അവരുടെ ബാങ്കുകളാണ് ഇത്. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്, മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബാങ്കുകളൊക്കെ ആരൊക്കെയാണ് അത് നമുക്കൊന്ന് നോക്കാം. ഈ ബാങ്കുകൾ ആരൊക്കെയാണ്? ഇവിടെ ഒരു കൺഫേമിംഗ് ബാങ്ക് ഉണ്ട്. അതായത് ഈ അഡ്വൈസിങ് ബാങ്കിലേക്ക് ഞാൻ പറഞ്ഞു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എത്തും. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എത്തി അത് സെല്ലർക്ക് കൊടുക്കും. അപ്പോൾ അയാളത് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ എനിക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ഈ അഡ്വൈസിങ് ബാങ്ക് അല്ലെങ്കിൽ സെല്ലർ അതൊന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യണം. ഇഷ്യൂയിങ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് റേറ്റിങ്ങും അതിൻ്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് റേറ്റ് ഒരു ചെക്ക് നടത്തുന്നതാണ് കൺഫേമിംഗ് ബാങ്ക്. അപ്പോൾ കൺഫേമിംഗ് ബാങ്ക് LC ചെക്ക് ചെയ്തിട്ട് കൺഫേം ദാറ്റ് എന്ത് ഇഷ്യൂയിങ് ബാങ്ക് ക്യാഷ് എന്തായാലും തന്നിരിക്കും എന്നുള്ളൊരു കൺഫർമേഷൻ കൂടി ആര് കൊടുക്കും? കൺഫേമിംഗ് ബാങ്ക് കൊടുക്കും. ഓക്കെ, അവിടെയാണ് കൺഫേമിംഗ് ബാങ്കിൻ്റെ റോൾ വരുന്നത്. കാരണം ഇത് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഈ പറഞ്ഞ $1000 ഒന്നും അല്ല, വളരെ ക്രോസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആയിരിക്കും. അപ്പോൾ അതെന്തായാലും നമ്മൾ റീചെക്ക് ചെയ്യും. അതാണ് അഡ്വൈസിങ് ബാങ്ക് റീചെക്ക് ചെയ്യും, അല്ലെങ്കിൽ സെല്ലർ റീചെക്ക് ചെയ്യും. അത് ഒരു കൺഫേമിംഗ് ബാങ്കിനെ വെച്ചിട്ട് ഈ പർട്ടിക്കുലർ ഇഷ്യൂയിങ് ബാങ്ക് അത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൺഫേംഡ് ആണോ, ആ കൺഫേമിംഗ് ബാങ്ക് അത് കൺഫേം ചെയ്യും. അതാണ് കൺഫേമിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ നെഗോഷിയേറ്റിംഗ് ബാങ്ക്. നെഗോഷിയേറ്റിംഗ് ബാങ്ക് എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ചില സമയത്ത് കൺഫേമിംഗ് ബാങ്കിൻ്റെ ആവശ്യമേ വരുന്നില്ല. ചിലപ്പോൾ അഡ്വൈസിംഗ് ബാങ്ക് തന്നെ കൺഫേമിംഗ് ബാങ്കായി വർക്ക് ചെയ്യുക കേട്ടോ. ഇതിന് വേറൊരു ബാങ്കിനെ റീചെക്ക് ചെയ്യാൻ അവർ കൊടുത്തിട്ടില്ലെങ്കിൽ അഡ്വൈസിംഗ് ബാങ്കും കൺഫേമിംഗ് ബാങ്കും ഒന്ന് തന്നെയായിരിക്കും. എന്ത് അഡ്വൈസിംഗ് ബാങ്ക് കൺഫേം ചെയ്യും എന്ത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് കറക്റ്റ്, യു ക്യാൻ പ്രൊസീഡ്, എന്ത് ഗുഡ്സ് ഞങ്ങൾ അയച്ചോളൂ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൺഫേം ആണെന്നുള്ള രീതിയിൽ കൺഫേം ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ഇത് രണ്ടും ഒന്ന് തന്നെ ആയിരിക്കാം കേട്ടോ. പിന്നെ അടുത്തത് നെഗോഷിയേറ്റിംഗ് ബാങ്ക്. നെഗോഷിയേറ്റിംഗ് ബാങ്കിൽ ഇവരുടെ റോൾ എന്താണെന്ന് വെച്ചാൽ സംടൈംസ് ഈ ഇഷ്യൂയിങ് ബാങ്ക് ഞാൻ പറഞ്ഞു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആർക്കാണ് അയക്കുന്നത്? അഡ്വൈസിംഗ് ബാങ്കിനാണ് അയക്കുന്നത്. ചില സമയത്ത് ഇഷ്യൂയിങ് ബാങ്കിൽ സ്പെസിഫിക്കലി അവർ പറഞ്ഞിട്ടുണ്ടാവും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആർക്ക്? ഒരു പർട്ടിക്കുലർ ബാങ്ക് പറഞ്ഞിട്ടുണ്ടാവും. ആ പർട്ടിക്കുലർ ബാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എന്ത് അത് ആ പർട്ടിക്കുലർ ബാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ബാങ്കിലേക്ക് അവർ ഫണ്ട്, അതായത് ഗുഡ്സ് ചെന്ന ശേഷമുള്ള ഫണ്ട് അവർ അയക്കുന്നത് ഏത്? നെഗോഷിയേറ്റിംഗ് ബാങ്കിലായിരിക്കും. അപ്പോൾ ഈ സെല്ലർ നെഗോഷിയേറ്റിംഗ് ബാങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ LCയിൽ സ്പെസിഫിക്കലി ഒരു ബാങ്കിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ നെഗോഷിയേറ്റിംഗ് ബാങ്ക് ആയിരിക്കും. അത് സ്പെസിഫിക്കലി ഒരു പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി അഡ്വൈസിംഗ് ബാങ്കിലേക്ക് LC കൊടുക്കും. അല്ലെങ്കിൽ LCയിലൊരു ഇപ്പോൾ US ഒരു പർട്ടിക്കുലർ ബാങ്കിൻ്റെ പേര് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നെഗോസിയേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് നെഗോഷിയേറ്റിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഈസ് റിയംബേഴ്സിംഗ് ബാങ്ക്. സംടൈംസ് ചില സമയത്ത് ഇഷ്യൂയിങ് ബാങ്ക് ആയിരിക്കില്ല LC ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഫണ്ട് കൊടുക്കുന്നത് ഇഷ്യൂയിങ് ബാങ്ക് ആയിരിക്കില്ല. ഇഷ്യൂയിങ് ബാങ്ക് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആ ജോലി ഏൽപ്പിക്കും, വേറെ ബാങ്കിന് ഫണ്ട് ആർക്ക് കൊടുക്കാനായിട്ട്? അഡ്വൈസിംഗ് ബാങ്കിന് കൊടുക്കാൻ ഏൽപ്പിക്കും. അതാണ് റിയംബേഴ്സ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇഷ്യൂയിങ് ബാങ്കാണ് ഫണ്ട് കൊടുക്കുന്നത്, പക്ഷേ ഇഷ്യൂയിങ് ബാങ്ക് വിൽ അപ്പോയിൻറ്റ് സംബഡി എൽസ്, വേറൊരു ബാങ്കിന് ആ ഫണ്ട് കൊടുക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ബാങ്കിനെ പറയുന്ന പേരാണ് റിയംബേഴ്സ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പോൾ ഒരു കുറച്ചൊരു കൺഫ്യൂഷൻ ആയോന്ന് എനിക്കറിയില്ല. എന്നാലും ഈ ആൾക്കാർ ഇഷ്യൂയിങ് ബാങ്ക്, ബയ്യർ, അഡ്വൈസിംഗ് ബാങ്ക്, ബെനിഫിഷ്യറി, ഈ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കൺഫേമിംഗ് ബ്രാഞ്ച്, നെഗോഷിയേറ്റിംഗ് ബാങ്ക്, റിയംബേഴ്സ്മെൻറ്റ് ബാങ്ക്, അത് ഇൻ കേസ് അത് വരുന്നതാണ്. ചില സംടൈംസ് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൺട്രി, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബയർ, അങ്ങനെ അത് കയറി വരുന്ന ബാങ്കുകളാണ് കൺഫേമിംഗ് ബാങ്ക്, നെഗോഷിയേറ്റിംഗ് ബാങ്ക്, റിയംബേഴ്സ്മെൻറ്റ് ബാങ്ക്. മെയിനായിട്ട് LCയുടെ പ്രോസസ്സ് നടക്കുന്നത് ബാങ്ക് ടു ബാങ്ക് ആണ് നടക്കുന്നത്. അത് ആരൊക്കെ തമ്മിൽ? ഇഷ്യൂയിങ് ബാങ്കും അഡ്വൈസിംഗ് ബാങ്കും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് വീൽ ഗോ ടു 1 by 1 കറക്റ്റായിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. സോ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ഓൺ
behalf of its customer to effect that the bank would make the payment to the beneficiary. ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു സെല്ലറും ബയ്യറാണുള്ളത്. സെല്ലറെ സംബന്ധിച്ച് ബെനിഫിഷ്യറി എന്ന് പറയാം, സെല്ലർ എന്ന് പറയാം, അങ്ങനെ പലരും പറയാം. കാരണം അയാൾക്കാണ് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ബെനിഫിഷ്യറി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ബിഹാഫ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ ടു എഫക്ട് ദാറ്റ് ദ ബാങ്ക് വുഡ് മേക്ക് ദ പേയ്മെൻറ്റ് ടു ദ ബെനിഫിഷ്യറി. ബെനിഫിഷ്യറിക്ക് എന്തായാലും ഫണ്ട് കൊടുത്തിരിക്കും. അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ദെൻ പാർട്ടീസ് ടു ദ ക്രെഡിറ്റ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്താണ്. ആപ്ലിക്കൻ്റ് എന്ന് വെച്ചാൽ അയാൾക്ക് പല പേരുകളുണ്ട്. ലെറ്റർ ഓഫ് LC ഓപ്പൺ ചെയ്യുന്ന ആളാണ് അല്ലേ ഈ പറഞ്ഞ ആപ്ലിക്കൻ്റ്. അയാൾ നമുക്ക് ബയർ എന്ന് പറയാം, ഇമ്പോർട്ടർ എന്ന് പറയാം, ഓപ്പണർ എന്ന് പറയാം. ഇതെല്ലാം ഹി ഓപ്പൺ ഹു അപ്ലൈസ് ടു ബാങ്ക് ഫോർ LC അല്ലേ. LCക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളാണ് ആപ്ലിക്കൻ്റ്. ഇഷ്യൂയിങ് ബാങ്ക് അത് ആരുടെ ബാങ്കാണ്? ആപ്ലിക്കൻറ്റിൻ്റെ ബാങ്ക് തന്നെയാണ്. ആരാണോ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓൺ റിക്വസ്റ്റ് ഓഫ് ആപ്ലിക്കൻറ്റ് ഹൂ ഓപ്പൺസ് ബാങ്ക്. അപ്പോൾ LC ഓപ്പൺ ചെയ്യുന്ന ബാങ്ക് ആണ് ആരാണ്? ഇഷ്യൂയിങ് ബാങ്ക് എന്ന് പറയുന്നത്. അതാരുടെ ബാങ്ക്? ആപ്ലിക്കൻറ്റിൻ്റെ ബാങ്കാണ് ഇഷ്യൂയിങ് ബാങ്ക്. അടുത്തത് ബെനിഫിഷ്യറി. നമുക്കറിയാം അത് അയാൾ നമുക്ക് എക്സ്പോർട്ട് എന്ന് പറയാം. കാരണം ഗുഡ്സ് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് തന്നെ ബെനിഫിഷ്യറിയാണ്, അല്ലെങ്കിൽ എക്സ്പോർട്ടറാണ്, അല്ലെങ്കിൽ സെല്ലറാണ്. അപ്പോൾ ആ ദ പേഴ്സൺ ഹൂ എൻറ്റൈൽ ടു റിസീവ് ദ ബെനിഫിറ്റ് അണ്ടർ ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. LC ത്രൂ അയാൾക്കാണ് എന്ത് ക്യാഷ് കിട്ടുന്നത്. സോ അയാളെയാണ് നമ്മൾ ബെനിഫിഷ്യറി അല്ലെങ്കിൽ എക്സ്പോർട്ടർ, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ. ആളുടെ ബാങ്കിൻ്റെ പേരെന്താണ്? അഡ്വൈസിങ് ബാങ്ക് എന്നാണ് പേര്. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ബാങ്ക്സിൻ്റെ പേരിൽ അങ്ങോട്ടൊന്നും മാറിപ്പോരുത്. എന്തായാലും സെല്ലറും ബയറൊന്നും മാറിപ്പോവില്ല. ബാങ്ക്സിൻ്റെ പേരിൽ ഇഷ്യൂയിങ് ബാങ്കും അഡ്വൈസിങ് ബാങ്കും അതാണ് മെയിൻ തിങ്. ബാക്കിയെല്ലാം നിങ്ങളൊന്നും അറിഞ്ഞു വെച്ചാൽ മതി എന്താ കാര്യങ്ങൾ എന്നുള്ളത്. അഡ്വൈസിങ് ബാങ്ക് എന്ന് വെച്ചാൽ ഈ ബാങ്ക് ദ ബെനിഫിഷ്യറി എക്സ്പോർട്ടർ കൺട്രി ത്രൂ വിച്ച് ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് അഡ്വൈസ് ടു ദ ബെനിഫിഷ്യറി. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് അഡ്വൈസ് ടു ദ ബെനിഫിഷ്യറി. ബെനിഫിഷ്യറിക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അഡ്വൈസ് ചെയ്യുന്ന ബാങ്കാണ്. അതായത് അയാൾക്ക് കൊടുക്കുന്ന അയാളുടെ ബാങ്കാണ് എന്ത് അഡ്വൈസിങ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു നെഗോഷിയേറ്റിംഗ് ബാങ്ക് എന്താണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു if the LC specify a bank, then the bank is negotiating bank is also called the nominated bank. ഈ നെഗോഷിയേറ്റിംഗ് ബാങ്കിന് വേറെ രണ്ട് പേരും കൂടി ഉണ്ട്. നോമിനേറ്റഡ് ബാങ്ക് എന്നും പേയിങ് ബാങ്ക് എന്നും രണ്ട് പേരും കൂടി ഉണ്ട് കേട്ടോ. സംടൈംസ് ഇവർ എക്സാമിനൊക്കെ അത് മാറ്റി മറിച്ചൊക്കെ ചോദിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ഈ നെഗോഷിയേറ്റിംഗ് ബാങ്ക് ആണ് എന്ത് LCയിൽ സ്പെസിഫൈ ആയിട്ടൊരു ബാങ്കിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ദ നെഗോഷിയേറ്റിംഗ് ബാങ്ക്. അത് ത്രൂ ആണ് എന്ത് ക്യാഷ് മേക്ക് പേയ്മെൻറ്റ് ഓൺ ദ ബിൽസ് ഡ്രോൺ ബൈ ദ സെല്ലർ ആൻഡ് ആക്സെപ്റ്റ് ദ ഡോക്യുമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ക്യാഷ് കൊടുക്കുന്നത്. ഇഫ് LC however does not specify the bank, then any bank can be act as a negotiating bank. അപ്പോൾ നമ്മുടെ അഡ്വൈസിങ് ബാങ്ക് തന്നെ നമ്മുടെ നെഗോഷിയേറ്റിംഗ് ബാങ്കായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ LCയിൽ അതായത് നമ്മുടെ ഇഷ്യൂയിങ് ബാങ്കിൽ നിന്ന് LCയിൽ ഒരു പേര് ഏതെങ്കിലും സ്പെസിഫൈ അവർക്ക് എന്താ അറിയാവുന്ന അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ഏതെങ്കിലും ബാങ്കിൻ്റെ പേര് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എന്താണ് നെഗോഷിയേറ്റിംഗ് ബാങ്കായിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് അതിൽ ത്രൂ ആണ് ക്യാഷ് പിന്നെ പോകുന്നത്. നെക്സ്റ്റ് ഈസ് കൺഫേമിംഗ് ബാങ്ക്. അതായത് ഞാൻ പറഞ്ഞു അഡ്വൈസിങ് ബാങ്ക് ചിലപ്പോൾ ജസ്റ്റ് അഡ്വൈസ് ചെയ്യും, അതൊന്ന് കൺഫേം ചെയ്യണം ഈ ഇഷ്യൂയിങ് ബാങ്ക് കറക്റ്റ് ആണോ. ഹവർ ആൻ അഡീഷൻ ടു ദ അഡ്വൈസിങ് ദ ക്രെഡിറ്റ് ദ അഡ്വൈസിങ് ബാങ്ക് വേർ ടു കൺഫേം ഇറ്റ്. അവരാണ് എന്ത് കൺഫേം LC ഈസ് ഓക്കെ, ദ ബാങ്ക് വിച്ച് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യുന്നതാണ് കൺഫേമിംഗ് ബാങ്ക്. സംടൈംസ് ഈ അഡ്വൈസിങ് ബാങ്കും കൺഫേമിംഗ് ബാങ്കും എന്താണ് ഞാൻ പറഞ്ഞു, സംടൈംസ് ഇത് രണ്ടും ഒരാളാവാനുള്ള ചാൻസാണ് കൂടുതലും വരുന്നത്. അടുത്ത റിയംബേഴ്സ്മെൻറ്റ് ബാങ്ക്. ചില സമയത്ത് വിച്ച് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഇഷ്യൂയിങ് ബാങ്കിന് അവർക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേറെ ബാങ്കിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യും എന്തും പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. മേക്ക് പേയ്മെൻറ്റ് ടു ദ നെഗോഷിയേറ്റിംഗ് ബാങ്ക്. ഇതാണ് റിയംബേഴ്സ്മെൻറ്റ് ബാങ്ക് ചെയ്യുന്നത്. ആ ഇഷ്യൂയിങ് ബാങ്ക് വേറൊരു ബാങ്കിനെ അപ്പോയിൻറ്റ് ചെയ്യും, അത് ആ ഫണ്ട് റിയംബേഴ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഫണ്ട് നമ്മുടെ സെല്ലർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ബാങ്കിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ബാങ്കാണ് റിയംബേഴ്സ്മെൻറ്റ് ബാങ്ക്. അതല്ല റിയംബേഴ്സ്മെൻറ്റ് ബാങ്ക് ഇല്ലെങ്കിൽ അതായത് ഇഷ്യൂയിങ് ബാങ്ക് തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ റിയംബേഴ്സ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു ഒരു ബാങ്കേ അവിടെ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പാർട്ടീസ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ബയർ നമ്മുടെ ഇഷ്യൂയിങ് ബ്രാഞ്ചിനെ അപ്രോച്ച് ചെയ്യുന്നു, LC ഓപ്പൺ ചെയ്യാൻ അപ്രോച്ച് ചെയ്യുന്നു. LC എന്ത് ചെയ്യുന്നു, LC ഓപ്പൺ ചെയ്തിട്ട് ഇഷ്യൂയിങ് ബ്രാഞ്ച് അഡ്വൈസിങ് ബാങ്കിന് കൊടുക്കുന്നു. അഡ്വൈസിങ് ബാങ്ക് അത് സെല്ലർക്ക് കൊടുക്കുന്നു, LC കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു യു ക്യാൻ പ്രൊസീഡ്, നിങ്ങൾക്ക്
ആ ഫണ്ട് നിങ്ങൾക്ക് ഗുഡ്സ് അയച്ചോളൂ, നിങ്ങൾക്ക് എന്തായാലും LC വരും. ആൻഡ് അഡ്വൈസിങ് ബാങ്ക് ഒന്നും കൂടി ചെയ്യുന്നു, അത് കൺഫേം ചെയ്യുന്നു. ആ ഇഷ്യൂയിങ് ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റിയും ബാക്കി കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് കൺഫേമിങ് ബാങ്ക് ത്രൂ അത് കൺഫേം ചെയ്തിട്ട് സെല്ലറേയും കൂടി അറിയിക്കുന്നു, ഞാനത് കൺഫേം ചെയ്തു, അപ്പോൾ യു ക്യാൻ പ്രൊസീഡ്. ദാറ്റ് മീൻസ് ഗുഡ്സ് അയച്ചോളൂ, വി വിൽ ഗെറ്റ് ദ മണി ഫ്രം ഇഷ്യൂയിങ് ബാങ്ക് എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ടർ സെല്ലർ അല്ലെങ്കിൽ ബെനിഫിഷ്യറി എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ബയർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു ബിൽ ഓഫ് ലാഡിങ് ഞാൻ പറഞ്ഞു, ഒരു ഡോക്യുമെൻറ്റ്സ് കിട്ടും. ആ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, അഡ്വൈസിങ് ബാങ്കിന് കൊടുക്കും. അഡ്വൈസിങ് ബാങ്ക് അത് നേരെ ആ ഡോക്യുമെൻറ്റ്സ് ആർക്ക് കൊടുക്കും, ഇഷ്യൂയിങ് ബാങ്കിന് കൊടുക്കും. ഇഷ്യൂയിങ് ബാങ്ക് അത് ബയർക്ക് കൊടുക്കും. ആ റിവേഴ്സ് സർക്കിൾ. ബയർക്ക് കൊടുക്കുമ്പോൾ ഹി ഗോട്ട് ദാറ്റ് ഗുഡ്സ് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്, ഇനി ക്യാഷ് കൊടുക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ക്യാഷ് കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇഷ്യൂയിങ് LCയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് നെഗോഷിയേറ്റിംഗ് ബാങ്ക് എന്ന്, ഏതെങ്കിലും ബാങ്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗോഷിയേറ്റിംഗ് ബാങ്ക് ത്രൂ ആയിരിക്കും ഈ LCയുടെ പ്രോസസ്സ് ഫുള്ള് നടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അഡ്വൈസിങ് ബാങ്ക് ത്രൂ ആയിരിക്കും ഫണ്ട് തിരിച്ചു കൊടുക്കുന്നത്. ചില സമയത്ത് ഇഷ്യൂയിങ് ബാങ്ക് വേറെ ഏതെങ്കിലും ബാങ്കിനെയും കൂടി അത് ഏൽപ്പിക്കും, ഫണ്ട് കൊടുക്കാനുള്ള ആ പ്രോസസ്സ് മാത്രം ഒന്ന് ഏൽപ്പിക്കും. അതാണ് റിയംബേഴ്സ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ള പാർട്ടീസ്. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക.